ഹായ് ഫ്രണ്ട്സ്, എവർക്കും ക്രിക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. അങ്ങനെ 2026 T20 വേൾഡ് കപ്പിലെ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം അമേരിക്കയുമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യ 29 റൺസിന് അമേരിക്കയെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അത്ര സന്തോഷമൊന്നുമില്ല ഇന്ത്യയുടെ ബാറ്റിംഗ് പ്രകടനത്തിൽ. നമുക്കറിയാം 161 റണ്ണ് എന്ന് പറഞ്ഞൊരു സ്കോറാണ് ഇന്ത്യ നേടിയത്. നമുക്കൊരു ബാങ്കട പോലൊരു പിച്ചിൽ ഒരു 200-250 സ്കോർ ചെയ്യാൻ കഴിയുന്ന ഒരു പിച്ചാണ്. ആ ഒരു പിച്ചിലാണ് ഇന്ത്യ 161 റൺസിന് 9 വിക്കറ്റ് എന്നുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. സൂര്യകുമാർ യാദവ് മാത്രമാണ് നന്നായി കളിച്ചത്. സൂര്യകുമാർ യാദവ്, അതായത് ബാക്കി ബാറ്റ്സ്മാരെല്ലാവരും പരാജയപ്പെടുത്തുന്നതാണ് സൂര്യകുമാർ യാദവിൻ്റെ 49 ബോളിൽ ഒരു 84 റൺസ് എന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ഇന്നിങ്സ്, ഒരു പവർഫുൾ ആയിട്ടൊരു ഇന്നിങ്സ്. ആ ഇന്നിങ്സാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയെ 161 എത്തിച്ചത്. നമുക്കറിയാം അഭിഷേക് ശർമ്മ ഗോൾഡൻ ഡക്കാവുന്നു. അതിന് തിലക് വർമ്മ 25, ഇഷാൻ കിഷൻ ഒരു 20 റണ്ണ് നേടുന്നു. അതിനുശേഷം വന്ന ആർക്കും തന്നെ ശിവൻ ഡേവ് ഗോൾഡൻ ഡക്കാവുന്നു. റിങ്കു സിംഗിന് 14 ബോളിൽ 6 റണ്ണ്. ഹാർദിക് പാണ്ഡ്യ ഫെയിലാവുന്നു. അങ്ങനെ അക്ഷർ പട്ടേൽ 11 ബോളിൽ 14 റൺ എടുക്കുന്നു. അങ്ങനെ ബാക്കി ആർക്കും തന്നെ തിളങ്ങാൻ സാധിക്കാത്ത ഒരവസരത്തിലാണ് സൂര്യകുമാർ യാദവ് ശരിക്കും ഇന്ത്യയുടെ ഹീറോ ആയ യഥാർത്ഥ നായകനായിട്ട് മാറിയിട്ടുള്ളത്. അമേരിക്കയുടെ ബോളിംഗ് പ്രകടനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഡാൽവി വാൻ 4 ഓവറിൽ 24 റണ്ണിന് 4 വിക്കറ്റാണ് ഇന്ത്യയുടെ വീഴ്ത്തിയത്. അതുപോലെ മുഹമ്മദ് മോസിൻ 4 ഓവറിൽ 16 റണ്ണ് വിട്ടുകൊടുക്കുന്നു. ഈ അമേരിക്കയ്ക്ക് ശരിക്കും പിഴച്ചത് നമുക്കറിയാം. സൗരവ് നദേന്ദ്രവാക്കർ എന്ന് പറഞ്ഞൊരു പ്ലെയർ, അദ്ദേഹം 4 ഓവറിൽ 65 റണ്ണാണ് വിട്ടുകൊടുത്തത്. അവിടെയാണ് ശരിക്കും അമേരിക്കയ്ക്ക് പിഴച്ചതെന്ന് പറയുന്നത്. കാരണം വേറെ ഒരു പ്ലെയറും ഈ പറഞ്ഞ 4 ഓവറിൽ അല്ലെങ്കിൽ 30 റണ്ണിന് മേലെ വിട്ടുകൊടുത്തിട്ടില്ല. അപ്പം ഇദ്ദേഹം 4 ഓവർ 65 റണ്ണ്, ആ 65 റണ്ണിൻ്റെ വ്യത്യാസം 30 റണ്ണ് 35 റണ്ണ് അദ്ദേഹം വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ഇന്ത്യക്ക് 30 റണ്ണ് ഷോട്ട് വരികയും ഇന്ത്യ കളി തോക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്ന് സൂര്യകുമാർ യാദവിൻ്റെ പ്രകടനത്തിലൂടെ 161 എത്തുന്നു. നമുക്കറിയാം അമേരിക്ക അത് ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ വിചാരിച്ചിരുന്നു. കാരണം വെച്ചാൽ ന്യൂസിലൻഡായിട്ട് 200 റണ്ണ് അദ്ദേഹം അമേരിക്ക നേടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കറിയാം നമ്മുടെ ബോളേഴ്സിൽ നമുക്ക് വിശ്വാസമുണ്ട്. ജസ്റ്റ് ബുംറ ഇല്ലെങ്കിൽ പോലും അക്ഷർ പട്ടേൽ, അശ്വദീപ് സിംഗ്, വരുൺ ചക്രവർത്തി ഇവരുടെയൊക്കെ ബോളിങ്ങിൽ വിശ്വാസമുള്ളതുകൊണ്ട് തന്നെ ഇന്ത്യ അവരെ പിടിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർ 132 റണ്ണ് അവർക്ക് 20 ഓവർ നേടാൻ സാധിച്ചുള്ളൂ. വരുൺ ചക്രവർത്തി 4 ഓവറിൽ 24 റണ്ണിന് 1 വിക്കറ്റ് നേടുന്നു. അക്ഷർ പട്ടേൽ 4 ഓവറിൽ 24-ന് 2 വിക്കറ്റ് നേടുന്നു. അശ്വദീപ് സിംഗ് 4 ഓവറിൽ 18-ന് 2 വിക്കറ്റ് നേടുന്നു. അങ്ങനെ നല്ലൊരു പ്രകടനം. അവരുടെ ബാറ്റിങ്ങിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിലന്ദ് കുമാർ 34 ബോളിൽ 34 എടുക്കുന്നു. അത് റണ്ണായി ബോൾ എന്ന സിസ്റ്റത്തിൽ എടുക്കുന്നു. സഞ്ജയ് കൃഷ്ണമൂർത്തി 37 റൺ എടുക്കുന്നു. ശുഭം രജി എന്ന് പറഞ്ഞ പ്ലെയർ 27 റണ്ണ് എടുക്കുന്നു. അങ്ങനെ ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ അല്ലാതെ ഒരു മികച്ച പ്രകടനം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ബാറ്റിംഗ് അത് അവർക്ക് ആദ്യം തന്നെ 13 റൺ എടുക്കുന്നതിന് ഇടയിൽ തന്നെ അവർക്ക് 3 വിക്കറ്റുകൾ നഷ്ടമായിട്ടുണ്ടായിരുന്നു. നമ്മുടെ പ്രിവ്യൂ പറഞ്ഞ പോലെ തന്നെ ടോസ് കിട്ടുന്ന ടീം ബോളിംഗ് എടുക്കുമെന്ന് പറഞ്ഞു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. കാരണം നമുക്കറിയാം ആദ്യത്തെ ഒരു 8 ഓവർ ബോളിങ്ങിന് വളരെ അനുകൂലമാണ്, പ്രത്യേകിച്ച് ഫാസ്റ്റ് ബോളിങ്ങിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ആ കാറ്റിൻ്റെ എഫക്റ്റും ഡ്യൂവിൻ്റെ എഫക്റ്റും ഉള്ളതുകൊണ്ട് തന്നെ ആ ബോളിംഗ് തിരഞ്ഞെടുക്കാൻ അവർ തീരുമാനിച്ചു. അത് അക്ഷരാർത്ഥ ക്യാപ്റ്റൻ്റെ തീരുമാനം ശരിയെന്ന് വിജയിച്ച് തന്നെയാണ് ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 46 റൺ എടുക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ 3 വിക്കറ്റുകൾ നഷ്ടമായിരുന്നു. എങ്കിൽ തന്നെയും ഇന്ത്യ അമേരിക്കയെ പരാജയപ്പെടുത്തി. കാരണം അമേരിക്ക പോലെ രാജ്യത്തെ നമുക്ക് 29 റണ്ണിനും പരാജയപ്പെടുത്തിയ പോരാ. കാരണം അതിൽ കൂടുതൽ നമുക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് കരുത്തുണ്ട്. വരുന്ന കളികളൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആവും. ഇനി വലിയ കളികളൊക്കെ വരുന്ന സമയത്തേക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് കുറേ കൂടെ ശക്തപ്പെടുത്തി ഇതുവരെ എന്തായിരുന്നു, അല്ലെങ്കിൽ ലോകകപ്പിന് മുന്നേ ഈ ഇടക്കാലം കൊണ്ട് എങ്ങനെയായിരുന്നു ഇന്ത്യയുടെ ബാറ്റിംഗ്, ആ രീതിയിലേക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് വീണ്ടും വരാനായിട്ട് സാധിക്കട്ടെ. അടുത്ത വരുന്ന കളികളൊക്കെ തന്നെ നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാവരും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.